പൊന്നു, ആർ യു റെഡി ഫോർ ദി ഡാൻസ്? ഞാൻ ഓടും. ഓടൂന്നോ? സുന്ദരനായിട്ടുണ്ടല്ലോ സുന്ദരാ. വിളിച്ചിട്ട് ശുണ്ട്രന്റെ ഡാൻസ് ആണ് നമുക്ക് കാണേണ്ടത്. തിളങ്ങുന്ന ഒരു ഷർട്ടും. എനിക്ക് റെഡ് ലിപ്സ്റ്റിക് തന്നെ തോന്നുന്നു നല്ലത്. കറുപ്പായിക്കോ, അതും കൂടി കുറക്കണ്ട. ലിപ് ബാം ഇട്ടേ. എനിക്കൊന്നും വേണ്ട. മൂച്ച് കാട്ടിലെ വാനത് പോന ഫസ്റ്റ് ഷോട്ട് അവിടെയാണ്. ബുക്ക് വായിച്ചോ. ഞാൻ എങ്ങനെ എഴുത്തിയിരുന്നല്ലേ? ഇതാ ഇറങ്ങിപ്പോണം. ഓ പിന്നെന്താ, ചിരിക്കല്ലേ പൊന്നാ, ചിരിക്കല്ലേ. രാമുട്ട കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് ബുക്ക് വായിക്കേ. ഒന്ന് സീരിയസ് ആയിട്ട് രാമു, നേരെ നിക്ക്. പൊന്നിന്റെ വയറ് ചാടിയിരിക്കുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ ഇരുന്നിട്ടാണ്. സ്ട്രൈറ്റ് സിറ്റ് സ്ട്രൈറ്റ്. ആ സെറ്റാണ്. ഇനി അടിപൊളിയായിരിക്കും. സെറ്റ്. ഹലോ ഗൈസ്, ഞാൻ ട്രെൻഡിങ്ങിലാണ്. അപ്പോൾ ഇന്ന് ഒരു ബിഹൈൻഡ് ദ സീൻ ഷൂട്ടാണ്. അവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ, എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പരിചയപ്പെടുത്തി തരാം. അതിനൊരു ഹായ് പറഞ്ഞേ. നമ്മുടെ ഇന്നത്തെ ഷൂട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ രാമൂട്ടൻ്റെയും റീല്. ഞാനൊന്ന് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ നടത്തി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റിസൾട്ട് ഇല്ല ഗൈസ്, അത് അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മളതിൻ്റെ റിസൾട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് വർക്കാവുമെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ നായകൻ ഒന്ന് ബിയേർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് വരട്ടെ. ഇതെനിക്ക് ടാസ്ക് ഉള്ളൊരു കാര്യമാണ് ഗൈസ്. ലെൻസ് വെക്കാൻ എത്ര നോക്കിയാലും ശരിയാത്തൊരു കാലമാണ്. എന്നെ പോലെ ലെൻസ് അലർജി ഉള്ളവരുണ്ടോ? അലർജി അല്ല, എത്ര വെച്ചാലും ശരിയാവും. ഇങ്ങനെ അടഞ്ഞു പോകും. അങ്ങനെ നീർന്ന് എനിക്ക് ഇഷ്ടമല്ല ലെൻസ്, പക്ഷെ വെക്കാൻ ഇഷ്ടമാട്ടോ. അപ്പം ലെൻസ് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, ദാ മേക്കപ്പ് സെറ്റായിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് ഐലാഷസും കൂടെ വെച്ചാൽ മതി. ഇതുവരെ ആയിട്ടും നടനെത്തിയിട്ടില്ല. നടനവിടെ പാൻറ് വേണം, ഷർട്ട് വേണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. കിട്ടിയില്ലാത്തത് കൊണ്ട് വേറെ മേടിക്കാനും പോയിട്ടുണ്ട്. അപ്പോൾ വരട്ടെ അല്ലേ. അപ്പം ഞാൻ ഹെയറും കൂടെ ചെയ്തിട്ട് എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ നല്ലോണം വിഷമം കിട്ടും. അപ്പോൾ ഞാൻ പോയി എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ചോറ് കഴിക്കായിരുന്നു. ഉച്ചയായി. നമ്മുടെ നടൻ വന്നിട്ടുണ്ട്. നടൻ രാമു അവിടെ ഉണ്ടാടാ, അവിടെ റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഫുൾ ഗെറ്റപ്പിലൊക്കെയാണ് വന്നേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ആളെ. ചോറുണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേഗം തന്നെ ഷൂട്ട് ചെയ്യാം. കാരണം എനിക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ട്. അപ്പം അതിനുള്ളിൽ നമുക്ക് ഷൂട്ട് ഫിനിഷ് ആക്കണം ഗൈസ്. അപ്പം നമുക്ക് ഷൂട്ട് ചെയ്താലോ? പൊന്നു, ആർ യു റെഡി ഫോർ ദി ഡാൻസ്? ഞാൻ ഓടും. ഓടൂന്നോ? ഓടും. അതെ എടാ, LC ലൈറ്റ് ഒക്കെ വേണേ. ഞാൻ ഇന്ന് പൊന്നു ഡാൻസ് കളിക്കും. ഞാനിന്ന് കളിക്കൂല. സുന്ദരനായിട്ടുണ്ടല്ലോ സുന്ദരാ. വിളിച്ചിട്ട് ശുണ്ട്രന്റെ ഡാൻസ് ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെല്ലാം പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞ എന്നെ പറ്റിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറ്റിക്കേട്ടാ. എന്താണ് രാമൂട്ടാ സുന്ദരാന്ന് വിളിക്കണത്? പറ്റിക്കാനാണെന്നാണ് നീ പറയണത്? പിന്നെ നോക്കി ഞാനില്ല ഈ കളിക്ക്. ഇത് നോക്കിയാ എന്താ കുഴപ്പം? തിളങ്ങുന്ന ഒരു ഷർട്ടും. എനിക്ക് റെഡ് ലിപ്സ്റ്റിക് തന്നെ തോന്നുന്നു നല്ലത്. കറുപ്പായിക്കോ, അതും കൂടി കുറക്കണ്ട. ഫുള്ള് കറുപ്പ് മയല്ലേ രാമോ. ഇതെങ്ങനെ പൊന്നിനെ റെഡിയാക്കി തട്ടെ. എന്റെ ചോദ്യം ഇതാ ഗുഗു, 6 മണിക്ക് ക്ലാസ് ഉണ്ട്. 4 മണിക്കൂർ കൊണ്ട് നീ ഷൂട്ട് ചെയ്ത് തീരുമോ? അത് എന്നെ വെച്ചിട്ടുള്ള ഡാൻസ് അത് നമ്മൾ തീർക്കും. ഇതെന്താ സാധനം? നീ തുമ്മരെടുത്ത് ലിപ് ബാം ഇട്ടേ. എനിക്കൊന്നും വേണ്ട. നോക്കട്ടെ, ചെറുതായിട്ട് മതി. എന്ത് ഇത് എനക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒരു പൗഡർ ഇടുന്ന എഫക്റ്റ് അത്രേ ഉള്ളൂ. ഇഷ്ടമല്ല പൗഡർ. പൗഡർ അല്ല, നീ അല്ല പറഞ്ഞ പൗഡർ ഇടുന്നത്. പൗഡർ ഇടുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ് ഇത് ഫിൽറ്റർ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ഓക്കെ, കഴിഞ്ഞ് ചെയ്യാം. മൂച്ച് കാട്ടിലെ വാനത് പോന. ഓക്കെ. സോ ഗായ്സ്, അതാ ഞാൻ രാമൂട്ടനെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിനി ആ മാല എവിടെ? അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങാം. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡാൻസ് റീൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്ടിങ് പ്ലസ് ഡാൻസ്. എന്തായാലും നിങ്ങൾ ബിഹൈൻഡ് ദ സീൻ കണ്ടില്ലേ,
അത് നമ്മൾ ഒന്ന് ആവിഷ്കരിക്കാൻ പോവുകയാണ് ഗൈസ്. നടക്കോ ഇല്ലയൊന്നും അറിയാൻ പാടില്ല. നടക്കോ രാമൂട്ടി? അതെ, ഈ ബ്ലാക്ക് സാധനം കാണിക്കണ്ടാന്ന്. അതിനൊരു വൃത്തിയില്ല. ലുക്കിന് ചേർന്ന ലുക്ക് പിടിക്കും രാമൂട്ടാ. ഇഷ്ടമുള്ളതല്ലേ? എന്നാലും നമ്മളിപ്പോ ഒരു ഫോർമൽസ് പോലെയല്ലേ, അപ്പൊ ഇത് മതിയാവും. അത് കുഴപ്പമില്ല. അവിടെ ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് സീൻ എടുക്കാം. വാ വാ ഇങ്ങോട്ട് വാ. അവിടെ ഇരുന്നോ. ഫസ്റ്റ് ഷോട്ട് അവിടെയാണ്. ബുക്ക് എടുക്ക്, ബുക്ക് വായിച്ചോ. ഞാൻ എങ്ങനെ ഇരുത്തിയിരുന്നല്ലേ? ഇത് വേണ്ടാട്ടാടാ, ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ കാലുമേ കാല് കയറ്റി വെച്ചിട്ട് അങ്ങനെ. എന്നാ ഞാൻ ഇവിടുന്ന് വരും. പോവല്ലേ? ഓക്കെ, തുടങ്ങാം. രണ്ട് കട്ട്സ് ആണ്. അതായത് ഫസ്റ്റ് ഞാനല്ലേ തുറന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാനിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ അത് പറഞ്ഞാൽ അവിടെ നിന്നും എടുക്കണം, ഒരെണ്ണം ഇവിടെ നിന്നും എടുക്കണം. പറയാനുണ്ടോ താങ്കൾക്ക്? ഞാനിത് എങ്ങനെ രക്ഷപ്പെടാമെന്ന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് ട്രയൽ അല്ലേ? ഞാൻ അഭിനയിച്ച സമയങ്ങളായിരുന്നല്ലോ. ഡോറും തുറന്നു വന്നിരിക്കുക, കടവാതിൽ. ഇറങ്ങിപ്പോണം. ഓ പിന്നെന്താ, ആക്ഷൻ. ഓരോ അരിയും പെറുക്കിയെടുക്കാൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഏത് കോമഡി. അത്രയും വേണ്ട, അത്ര ഓവറാക്കണ്ട. ആ ഓക്കേടാ, സെറ്റ്. ചിരിക്കല്ലേ പൊന്നാ, ചിരിക്കല്ലേ. അന്നെ പോലെ ചിരിച്ചോ. റോളിംഗ് ആണേ. ഓക്കെ. ദേഷ്യം എടാ നിക്ക് നിക്ക്. രാമുട്ട കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ട് ബുക്ക് വായിക്കേ. ഓക്കെ, പൊന്നു വായിച്ചോ റോളിങ്. രാമുട്ട ഇതെന്താണ് കള്ളനായവൻ? പൊന്ന് സീരിയസ് ആയിട്ട് രാമുട്ട, സീരിയസ് ആയിട്ട് നോക്കിയിട്ട് ഇവള് എന്നുള്ള രീതിയിൽ സമയം നോക്കിയിട്ട് പിന്നെ ബുക്ക് തന്നെ വായിക്കാം. നീ അങ്ങോട്ട് തന്നെ നോക്കിക്കോ. ആ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് നോക്കാം. ക്യാമറയിലേക്കല്ല, ആ ബുക്ക് ഇത് ഡോറിലേക്ക് തന്നെ നോക്കാം. ഡോറിലേക്ക് നോക്കിയിട്ട് എന്താണ് സമയം വൈകിയതുകൊണ്ട് മുഖത്ത് ഇങ്ങനെ ഒരു നിർവികാരത. ഓക്കെ, എന്നിട്ട് ടൈം നോക്കിയിട്ട് പിന്നെയും ബുക്ക് വായിക്കാം. ഓക്കെ, നീ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നെ. അപ്പൊ ഞാൻ നോക്ക്, തമാശ കളിക്കാ. ഓക്കെ രാമുട്ട, എങ്ങനെയുണ്ട്? കുറച്ചേരം സസ്റ്റെയിൻ ചെയ്യുന്ന ഓട്ടം. ഓക്കെ, രാമു നേരെ നിക്ക്. പൊന്നിന്റെ വയറ് ചാടിയിരിക്കുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ ഇരുന്നിട്ടാണ്. സ്ട്രൈറ്റ് സിറ്റ്, സ്ട്രൈറ്റ്. വയറൊന്ന് എയർ പിടിച്ചോ. ആ സെറ്റാണ്. ഇനി അടിപൊളിയായിരിക്കും. രാമുട്ട എങ്ങനെയുണ്ട്? സെറ്റ്.
ഗായ്സ് ഫൈനലി ഇതാ നമ്മുടെ ഡാൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ ഫിനിഷ് ചെയ്തു കേട്ടോ. ആൻഡ് അതിനുശേഷം നമ്മൾ രണ്ടുപേരും കുറച്ച് ഫോട്ടോസ് എടുത്തു. എൻ്റെ സിംഗിൾ ഫോട്ടോസ് എടുത്തു. പിന്നെ രാമൂട്ടൻ കറക്കുന്നതൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. നമുക്ക് വേറൊരു സോങ്ങിലും കൂടെ എഡിറ്റ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. സോ ഗായ്സ് അങ്ങനെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രാമൂട്ടൻ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഞാൻ പോണു. പക്ഷേ ഗായ്സ് വീഡിയോ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം രാമൂട്ടൻ ഇത്രയും ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ദിസ് ഇസ് ഷോക്കിംഗ് ഫോർ മീ. അപ്പം ഇനിയും നമ്മുടെ കപ്പിൾ ഡാൻസ് വീഡിയോസ് ഇനി എന്തായാലും ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു ഗൈസ്. കാരണം കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ he will do it എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ആൻഡ് ഓൾസോ ഹിസ് എഫേർട്സ്. കാരണം പറയാതിരിക്കാൻ പറ്റില്ല, ആൾ ചെയ്യുന്നല്ലാതെ അതിനോടൊരു എന്നെപ്പോലൊരു പാഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഇല്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് പാഷനേറ്റഡ് അബൌട്ട് ഡാൻസ് ബട്ട് സ്റ്റിൽ ഹി ഡിഡ് സോ മെനി എഫേർട്സ്. പറയാതിരിക്കാൻ വയ്യ ഗൈസ്. സോ അപ്പം വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പോയി വീഡിയോ കണ്ടിട്ട് വാട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. ഹായ്. രാമു എടി നാളെ